കുറെ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോട് വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയി അതുപോലെ കിടപ്പായിരിക്കും. രേണുസുതി ഇറക്കിയ ഒരു വീഡിയോ അതിലത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നവർ. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും അല്ല വിശപ്പേ. കുറച്ച് നാള്, അതായത് രേണുസുതിക്ക് അസുഖം വരുന്നതിന് മുമ്പ് വരെയൊക്കെ മീഡിയാസിന്റെ ഒക്കെ മുന്നില് ആരുടെയൊക്കെയോ ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിശപ്പ് അത് മറന്നു കാണും, പക്ഷേ ഞങ്ങളത് മറന്നിട്ടില്ല. 100 ദിവസം രേണുസുതി ബിഗ് ബോസിൽ നിൽക്കണം, എന്നിട്ട് തേഞ്ഞൊട്ടി പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ആരാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും വിശപ്പേ. എന്താ പറയാ, ഈ രോഗം വന്ന ഒരു മനുഷ്യനും എന്താ പറയാ രോഗമാണെന്ന് കള്ളം പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലല്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള മിഡ് ലൈനാണ്. ഇതൊക്കെ കള്ളാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേണുസുതിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് ആരും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതിന് കാരണം എന്താണെന്ന് രേണുസുതി സ്വയം ഒന്നാലോചിക്കുക. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ വായെടുത്താൽ കള്ളം മാത്രം പറയത്തുള്ളൂ. അപ്പൊ പിന്നെ ആൾക്കാർ എന്തോ പറയും, ഇതും ഉടായിപ്പാണെന്ന് പറയും. വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്കും തീരത്തില്ല. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കറിയാം, കുറെ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോട് വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ആരും പറയുന്നില്ല അസുഖം വന്ന് കിടക്കണം, അങ്ങനെ തന്നെ കിടന്നു പോട്ടെ. ചിലപ്പം പറയുന്ന ആൾക്കാർ കാണുമായിരിക്കും. ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കിച്ചുവിന്റെ വീഡിയോ വരുന്നതിന്റെ മുമ്പ് വിട്ട വീഡിയോയില് തളർന്ന് കിടന്ന് മെമ്മറി പോയി അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രേണുസുതി കിച്ചു ഇട്ട വീഡിയോക്ക് ഒരു റിയാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എന്ത് ഊർജമായിരുന്നു അതില്. അപ്പൊ അസുഖവും ഇല്ല, വേദനയും ഇല്ല, ഒന്നുമില്ല, ചാടിത്തുള്ളി അങ്ങ് ഇറങ്ങിയേക്കുമായിരുന്നില്ലേ. അതാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞത്. അതുകൂടെ കൊണ്ടാണ് ആൾക്കാർക്ക് ഇപ്പൊ സംശയം വന്നത് ഇവക്ക് ശരിക്കും അസുഖം ഉണ്ടോ എന്നുള്ളത്. അത് ആദ്യം മനസ്സിലാക്കുക. കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയി അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെടുത്ത വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയാലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ജീവിക്കണം, കുഞ്ഞിന് വേണ്ടി ഓക്കെ ആവണം. ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് സഹതാപം മേടിച്ചു കൂട്ടുന്നത്. ഈ ഒറ്റ ഡയലോഗിലാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സഹതാപം മേടിക്കാൻ നോക്കുന്നത്. കുഞ്ഞിന് വേണ്ടി ജീവിക്കണം, കുഞ്ഞിന് വേണ്ടി ഓക്കെ ആവണം. അപ്പൊ പിന്നെ ആൾക്കാർക്ക് കുറച്ചും കൂടെ സഹതാപം കൂടും. അതാണ് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എന്റെ വരുമാന മാർഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളപ്പോൾ എന്റെ ഈ രോഗത്തിന്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത എവിടെയെങ്കിലുമൊക്കെ പഴയ പോലെ എനിക്ക് പ്രമോഷനോ ഇനോഗ്രേഷനോ ചെറിയ ചെറിയ ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ എന്റെ മാനേജറെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. അനുസരിച്ച് ഞാനതെല്ലാം ചെയ്യും. സോ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്. സത്യം പറഞ്ഞ ആൾക്കാരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം, അതായത് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ അത് നിർത്തി, റിയാക്ഷൻസ് നിർത്തി പൊക്കോണ്ടിരുന്ന സമയത്ത് വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് വീണ്ടും ആൾക്കാരെ കൊണ്ട് ഈ വിഷയം സംസാരിപ്പിച്ചത് രേണുവാണ്. ഞാൻ 18 വയസ്സ് വരെ നോക്കി എന്റെ മകൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പറഞ്ഞ് വീഡിയോ ഇട്ടത് രേണുവാ. അത് സോഷ്യൽ മീഡിയയിലല്ലായിരുന്നു കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കിച്ചുവിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് കിച്ചുവിന്റെ വാട്സപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടു. അതിന് അവനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നു. അതാണ് രേണുസുതിക്ക് കൊണ്ടത്. അപ്പൊ തിരിച്ച് വേറൊരു വീഡിയോ ആയിട്ട് ഇറങ്ങി. ഭീഷണിയായിരുന്നു അതില്, ഭീഷണി. ഓരോ ദിവസം നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗത്തിന് ഒരുപാട് മരുന്നും മെഡിസിൻസും ഒക്കെ ആവശ്യമാണ്. അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമാണ്. ഇപ്പം ഞാൻ പ്രോഗ്രാം ഒന്നും ഇല്ലാതിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രോഗ്രാം, ഇവിടെയുള്ള അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ അതേപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എന്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. അതുപോലെ എനിക്ക് അടുത്ത കീമോ 10-ാം തീയതിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എന്തായാലും റെസ്റ്റ് വേണം. ഇപ്പോഴും റെസ്റ്റിലാണ് ഞാൻ. റെസ്റ്റ് അല്ലെന്നല്ല, ഞാനിങ്ങനെ കിടന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അത് അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസ് റീൽസ് ഒക്കെ ചെയ്യുന്നത്. അതിനും കുറ്റം കണ്ടുപിടിക്കാനാണ് ആൾക്കാർ. സാരമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറ്.
കുറ്റം കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരുന്നാ മതി. അപ്പൊ കുഴപ്പമില്ല. ഇത് എന്തേലൊക്കെ പറയാനുള്ള സാഹചര്യം കൊണ്ടിട്ട് കൊടുത്തിട്ട് ഇമാതിരി സംസാരിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കമന്റ് ബോക്സിൽ ഇപ്പോഴും നല്ല നെഗറ്റീവ് വരുന്നുണ്ട്. പക്ഷെ അത് ഈ ക്യാൻസർ വന്ന് എന്ന് കരുതിയിട്ട് ആരും മുൻപ് ചെയ്ത കാര്യങ്ങൾ മറക്കണം എന്നില്ല. അതൊക്കെ മൈൻഡ് ചെയ്യാതെ അങ്ങ് വിടുക. അല്ലാണ്ട് ഓരോന്നിനും റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുത്. അതുപോലെ ആരേലും എന്തിനെങ്കിലൊക്കെ പറഞ്ഞ് ആരെയും വലിച്ചിടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എന്തേലൊക്കെ വരും. രേണുസുതി ഇറക്കിയൊരു വീഡിയോ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ലിജുവിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പല കാര്യങ്ങളും നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെ പുറത്തു വന്നാൽ രാഹുൽ ദാസ് മാത്രമല്ല ബിഷപ്പേ, രേണു നന്നായിട്ട് ബുദ്ധിമുട്ടും. അതാദ്യം ബിഷപ്പ് ഒന്ന് മനസ്സിലാക്കുക. ആരുടെയും ഒരാളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാതെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് സംസാരിക്കുക. അസുഖത്തിന് മുമ്പ് വരെ രേണുസുതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ബിഷപ്പ് അസുഖം വന്നപ്പം നേരെ അപ്പുറത്തോട്ട് ചാടി. അതിനു മുമ്പ് വരെ എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒക്കെ കിടപ്പുണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്തു നോക്കണം, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങളും എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട, ആരും നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റുകയും ചെയ്യണ്ട. ഒരു വഴിക്കുള്ളതൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി മര്യാദക്ക് സ്വന്തം കാര്യം നോക്കി സ്വന്തം പ്രൊമോഷൻസും സ്വന്തം വീഡിയോസും സ്വന്തം കാര്യങ്ങളും മാത്രം നോക്കി പോയ ഒരുത്തനെ പിടിച്ച് വലിച്ച് സോഷ്യൽ മീഡിയയിൽ വീണ്ടും കൊണ്ടിട്ട് കൊടുത്തത് രേണുസുതി. അതിന് അവൻ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് വന്നപ്പം അവിടെ നിന്ന് ചാടിത്തുള്ളി ഇറങ്ങി വന്നത് രേണുസുതി. എല്ലാത്തിനും കാരണം രേണുസുതി. എന്നിട്ട് കുറ്റം രാഹുൽ ദാസിന് മാത്രം. അത് എവിടത്തെ ന്യായവാ ബിഷപ്പേ? അതൊന്ന് പറഞ്ഞുതരോ? എവിടത്തെ ന്യായവാ അത്? പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തു. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീഴും. ചവിട്ടി താഴ്ത്താൻ നോക്കിയാൽ കൂടെ നിൽക്കാൻ ആളുണ്ടല്ലേ? കുറച്ചു നാള് മുമ്പ് ആരോ എന്തോ രേണുസുധനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നിന്നായിരുന്നു. അപ്പം ഈ തളപ്പൊന്നും കണ്ടില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് എന്തും ആവാം, എന്തും പറയാം, ആരെ വേണേലും എന്തും ചെയ്യാം. എന്നാ വേറൊരാൾ വരുമ്പം അത് പറ്റത്തില്ല. ഒരു അസുഖം വന്നപ്പം മുമ്പ് നിങ്ങൾ ചെയ്തതൊക്കെ മറന്ന് ഇപ്പൊ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഇതല്ലേ സംഭവം? ബിഗ് ബോസിന് രേണുസുതി പോയ സമയത്തുള്ള ബിഷപ്പിന്റെ ഇന്റർവ്യൂ ഒക്കെ ബിഷപ്പ് എടുത്ത് നോക്കണം കേട്ടോ. ഒരു തരം ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് കൂടുതൽ വെക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. ഒരാൾക്ക് ഒരു അസുഖം വന്നെന്ന് കഴിഞ്ഞ് പഴയതൊക്കെ മറന്ന് ബിഷപ്പാണല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിരിക്കും, സമ്മതിക്കുന്നു എന്നും പറഞ്ഞിട്ട് രേണുസുധയുടെ എല്ലാ കാര്യങ്ങളും മറക്കുമ്പം അപ്പുറത്തിരിക്കുന്ന ആളുടെ ഒന്നും മറക്കാതെ അങ്ങേരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബിഷപ്പ്. കഷ്ടം, അത്രേ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. വെറും കഷ്ടം. ശരി എന്നാ.